DIY അഥവാ ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മുടെ സ്വന്തം കാറിൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എൻജിൻ ഓയിൽ. എൻജിൻ ഓയിലിൻ്റെ അളവ് ഡിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നോക്കുക. എങ്ങാനും എൻജിൻ ഓയിലിൻ്റെ കളർ മങ്ങിയെങ്കിൽ അപ്പം തന്നെ മാറ്റിക്കോ, ഒന്നും നോക്കണ്ട. സെക്കൻഡ് പോയിന്റ്, കൂളൻറ്റിൻ്റെ ലെവലും ക്വാളിറ്റിയും ചെക്ക് ചെയ്യുക. അതായത് കൂളിംഗ് സിസ്റ്റത്തിലെ കൂളൻറ്റ് പാത്രം പരിശോധിക്കുക, ലെവൽ നോക്കുക, പിന്നെ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക. അടുത്തത് വൈപ്പർ ബ്ലേഡുകളാണ്. ഇത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അഥവാ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് നോക്കണം. പിന്നെ ചെരിഞ്ഞ വൈപ്പർ ബ്ലേഡ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല, മാറ്റിക്കോ അപ്പം തന്നെ. അടുത്തത് ടയർ പ്രഷറാണ്. റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഗേജ് യൂസ് ചെയ്ത് ടയർ പ്രഷർ ചെക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് ടയർ ത്രെഡാണ്. അത് തേയ്മാനം വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ ഒരു മാർക്കുണ്ട്, ത്രെഡ് മാർക്കുണ്ട്, അത് നോക്കിയാൽ മതി. പിന്നെ ബാറ്ററി, ഇതിന്റെ കണക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, വോൾട്ടും നോക്കുക. അല്ലെങ്കിൽ അറിയാലോ, വഴി കിടക്കേണ്ടി വരും. അടുത്തത് ലൈറ്റുകളാണ്. ഹെഡ് ലൈറ്റ്, ഫോഗ് ലൈറ്റ്, ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഇതെല്ലാം പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ബ്രേക്ക് ഫ്ലൂയിഡ്. ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവൽ മാക്സ് ലെവലിന്റെ മുകളിൽ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നും കൺഫേം ചെയ്യണം. അവസാനത്തത് വാഷർ ഫ്ലൂയിഡ് ആണ്. അത്യാവശ്യത്തിന് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അഥവാ ഇല്ലെങ്കിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ സ്വന്തം വണ്ടിയിൽ സ്വയം ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങാം.